യാദൃച്ഛികത എന്ന വാക്കിന് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ സ്ഥാനമാണുള്ളത്. എന്നാൽ അത് യാദൃച്ഛികത ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ആ സ്ഥാനം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തികളും യാദൃച്ഛികതയാണ്. യാദൃച്ഛികതയിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും പല ജീവിതങ്ങളും തുടങ്ങുന്നതും ഒടുങ്ങുന്നതും. യാദൃച്ഛികത ഒരു വിരുന്നുകാരനെ പോലെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതൊരു യാദൃച്ഛികതയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ടാകും. ആ സമയത്ത് നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ട് വിസ്മയത്തോടെ നോക്കി നിന്നു പോകും. അതെ, യാദൃച്ഛികത പ്രപഞ്ചത്തിൻ്റെ ഒരു അത്ഭുതമാണ്. യാദൃച്ഛികത ജീവിതത്തിൻ്റെ സമൂഹത്തിൻ്റെ ഓരോ കോണുകളിലും പതിയിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെപ്പോലെ കടന്നു വരാൻ യാദൃച്ഛികതയിലൂടെ നമ്മുടെ മുന്നിലെത്തുന്ന ഭാഗ്യനിർഭാഗ്യങ്ങളെ, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ അനുഭവങ്ങളെ ഒരുപക്ഷെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമുക്കത് അത്ഭുതമായി തോന്നാം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ യാദൃച്ഛികത അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പലർക്കും ഒരുപാട് കഥകൾ എഴുതാനുള്ള ഒരു വിഷയമാണിത്. ഒരുപക്ഷെ ഒരു കാലത്തിറങ്ങിയ പല തമിഴ് പ്രണയ സിനിമകളും ഈ യാദൃച്ഛികതയെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നീടത് പല ഭാഷകളിലും ഒരു ട്രെൻഡിങ് ആയി മാറി. ഇത്തരം യാദൃച്ഛികതകളെ വളരെ കലാപരമായി സൃഷ്ടിപരമായി ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ യാദൃച്ഛികതയെ വളരെ മനോഹരമായി ഉപയോഗിച്ച ഒരു തമിഴ് സിനിമയാണ് അജിത്തും ദേവയാനിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കാതൽ കോട്ടൈ. പിന്നീട് ഇത്തരം ചിത്രങ്ങളുടെ ഒരു ട്രെൻഡ് തന്നെ രൂപപ്പെട്ടു. ശരിക്കും ചൈനയിൽ നടന്ന ഒരു സംഭവത്തെ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായി ഒരു പ്രണയ സിനിമയ്ക്ക് കഥയാകേണ്ട ഒരു വിഷയമായിരുന്നു. ഇവിടെ ചൈനയിൽ നടന്ന ഒരു യാദൃച്ഛികതയാണ്. ഒരുപക്ഷെ ഇത്തരം വലിയൊരു യാദൃച്ഛികത നമ്മുടെ ആരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. മറ്റൊന്നും കൊണ്ടല്ല, കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ, ഈ ഭാര്യ ഭർത്താക്കന്മാരിങ്ങനെ വളരെ സന്തോഷമായൊക്കെ ജീവിക്കുകയാണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് ഭാര്യയുടെ കൗമാരകാല ഫോട്ടോകളൊക്കെ, ബാല്യകാല കൗമാരകാല ആൽബങ്ങളൊക്കെ നോക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു പതിവുണ്ടല്ലോ, നമ്മുടെ ജീവിത പങ്കാളിയുടെ പഴയ കാലത്ത് ഫോട്ടോകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ പുരുഷൻ അത്ഭുതത്തോടെ മനസ്സിലാക്കുന്നു, 11 വർഷങ്ങൾക്ക് മുമ്പ് അവളെടുത്ത ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് അയാൾക്കത് മനസ്സിലായത്. തങ്ങൾ ആ ഫോട്ടോ എടുത്ത അതേ ദിവസം അവളും ഞാനും കൃത്യമായി ഒരു സ്ഥലത്ത് വന്നിരുന്നു എന്ന്. ശരിക്കും പലതരത്തിലുള്ള കോഇൻസിഡൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് വളരെ അത്ഭുതകരമായി തോന്നി. അത് തോന്നാൻ കാരണം, രണ്ടുപേർ ഒരുമിക്കണമെന്ന് ഈ പ്രപഞ്ചം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നടക്കും എന്നുള്ളതൊരു സത്യം തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളിയും നിങ്ങളും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ പരസ്പരം കണ്ടിട്ടുണ്ടാകണം, പരസ്പരം പാസ് ചെയ്ത് പോയിട്ടുണ്ടാകണം. നിങ്ങളുടെ മുന്നിൽ കൂടി അവളോ അവളുടെ മുന്നിൽ കൂടി അവനോ പാസ് ചെയ്ത് പോയിട്ടുണ്ടാകണം. അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടത്തിനിടയിൽ, ഏതെങ്കിലും ഒരു ദിവസം ഒരു ജനക്കൂട്ടത്തിനിടയിൽ നിങ്ങൾ ചിലപ്പോൾ മുഖാമുഖം കണ്ടിട്ടുണ്ടാകും. അങ്ങനെ കണ്ടിട്ടുണ്ടാകാതിരിക്കാനുള്ള സാധ്യതകളാണ് വളരെ കുറവ്. ചൈനയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വെയ്ബോയിൽ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ ചൈനയിൽ വൻ പ്രകമ്പനമാണ് സൃഷ്ടിച്ചത്. ചൈനയിലെ കടൽ തീര നഗരമായ കിങ്ഡാവോയിലെ ഒരു ചുവന്ന മാരകത്തിന് മുന്നിൽ രണ്ടുപേർ ഒരേ സ്ഥലത്ത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതായി ആ ഫോട്ടോകളിൽ കാണാം. ശരിക്കും ഈ ഫോട്ടോകൾ എടുക്കുന്ന സമയത്ത് ഈ രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. രണ്ടുപേർ എവിടെ നിന്നോ വന്നു, അവർ അവരുടെ ഫോട്ടോ എടുത്തു, അവർ അവരുടെ വഴിയിലേക്ക് പോകുന്നു. എന്നാൽ കാലങ്ങൾക്ക് ശേഷം ആ രണ്ടുപേർ ഭാര്യ ഭർത്താക്കന്മാരാകുന്നു. 2000 ജൂലൈയിലാണ് ഈ ഫോട്ടോ എടുത്തത്. രണ്ടുപേരുടെയും നഗരമല്ല ആ നഗരം. കണ്ടും അവർ കല്യാണം കഴിക്കുന്നതിന് 11 വർഷം മുമ്പ് മിസ് സൂയും ഭർത്താവ് മിസ്റ്റർ എയും പരസ്പരം ഏതാനും മീറ്റർ അകലെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാകുമോ? ഒരിക്കലുമില്ല. മിസ് സൂവിൻ്റെ ബാല്യകാല ഫോട്ടോകൾ നോക്കുന്നതിനിടയിലാണ് ആ ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തൽ നടത്തിയത്. ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി, എൻ്റെ ശരീരമാകെ രോമാഞ്ചം വന്നു, മിസ്റ്റർ എ മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷേ ഈ കഥ പിന്നെയും യാദൃച്ഛികതയിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മിസ്സു ആ ഫോട്ടോ അവിടെ ഇരുന്ന് എടുക്കുന്ന സമയത്ത് മിസ്റ്റർ എ കിങ്ഡാവോയിൽ അന്നേരം വരാൻ പാടില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു എന്നതാണ്. കാരണം അയാളുടെ സാഹചര്യങ്ങൾ പ്രകാരം ഒരിക്കലും ആ സമയത്ത് ആ പ്രദേശത്ത് വരാൻ പാടില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു. അവസാന നിമിഷം അമ്മയ്ക്ക് അസുഖം ബാധിച്ചതിനാൽ ഒരു ടൂർ ഗ്രൂപ്പിനൊപ്പമാണ് അദ്ദേഹം
ആ സ്ഥാനത്തെത്തിയത്. ശസ്ത്രക്രിയയിൽ നിന്ന് സുഖം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയോടൊപ്പം ലൂയിയും ഉണ്ടായിരുന്നു. അമ്മയുടെ ഉത്സാഹവും സന്തോഷവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവർ യാത്ര നടത്തിയത്. മിസ്റ്റർ എ സ്വന്തം ഫോട്ടോ കണ്ടെത്തുകയും മിസ് സൂവിൻ്റെ ഫോട്ടോയും കൂടി ചേർത്ത് 2 ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോഴാണ് അത് വിശ്വസനീയമായി മാറിയതും വൈറലായതും. അവരുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് ഏകദേശം 1000-ലേറെ മൈൽ അകലെയാണ് ഈ ഫോട്ടോ എടുത്ത സ്ഥലം എന്ന് പറയുമ്പോൾ ഈ യാദൃശ്ചികതയ്ക്ക് വീണ്ടും കനം കൂടുകയാണ്, ആഴം കൂടുകയാണ്. കിഴക്കൻ ബീച്ച് സിറ്റിയായ കിങ്ഡാവോയിലെ മെയ്ഫോർത്ത് സ്ക്വയർ സന്ദർശിക്കുകയായിരുന്നു ഇരുവരും. ഒന്നാം ലോക മഹായുദ്ധം അവസാനിപ്പിച്ച വെസൽസ് ഉടമ്പടിയിൽ തങ്ങളുടെ രാജ്യത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ചൈനീസ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയ മെയ്ഫോർത്ത് പ്രസ്ഥാനത്തെ അനുസ്മരിപ്പിക്കുന്ന സ്ക്വയറിലെ സെൻട്രൽ ശില്പത്തിന് മുന്നിലാണ് ഇരുവരും ഒരേ സമയം ആ ചിത്രങ്ങൾ എടുത്തത്. ആ ചിത്രങ്ങൾ എടുത്ത ശേഷം അവർ അവരുടെ വഴിക്ക് പിരിഞ്ഞുപോയി. അവർ പിരിഞ്ഞു പോയതിനു ശേഷമുള്ള 10 വർഷം അവർ മറ്റാരെയും വിവാഹം കഴിക്കാതെ ജീവിച്ചു. ഒരുപക്ഷെ തങ്ങൾ മടങ്ങി വന്ന നഗരത്തിൽ തൻ്റെ ഏതാനും മീറ്ററുകൾക്ക് അകലെയായി നിൽക്കുന്ന വ്യക്തിയെ തന്നെയാകും താൻ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നറിയാതെ അവർ 10 വർഷത്തോളം ചിലവഴിച്ചു. 2011 അവർ വീണ്ടും കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയും ചെയ്തു. അങ്ങനെയാണ് ആ ഫോട്ടോ പിന്നീട് പ്രണയത്തിലായി കണ്ടുമുട്ടി വിവാഹം കഴിച്ചതിന് ശേഷമാണ് ആ ഫോട്ടോ കാണുന്നതും അത്ഭുതപ്പെട്ടു പോകുന്നതും. ഇത്രയും വലിയ യാദൃച്ഛികത ലോകത്ത് പലർക്കും സംഭവിച്ചിട്ടുണ്ടാകാം. ഇരുവരും ഒരുമിച്ച് ജീവിക്കേണ്ടതായിരുന്നു എന്നതിന് നിഷേധിക്കാനാവാത്ത തെളിവാണിതെന്ന് ഈ ദമ്പതികളുടെ സുഹൃത്തുക്കൾ പറയുന്നു. ഇപ്പോൾ അവർക്ക് ഇരട്ട പെൺകുട്ടികളാണുള്ളത്. ഇപ്പോൾ അവർ വീണ്ടും അതേ സ്ഥലത്ത്, അമ്മയും അച്ഛനും പരസ്പരം തിരിച്ചറിയാതെ മീറ്റ് ചെയ്ത അതേ സ്ഥലത്ത് പോകാൻ പദ്ധതിയിടുന്നു. ഇതുപോലെ കൊസോവോയിൽ നിന്നുള്ള ദമ്പതികൾ ഫോട്ടോയിൽ നിന്ന് തിരിച്ചറിഞ്ഞത് വിവാഹ നിശ്ചയത്തിന് 10 വർഷം മുമ്പ് അവർ രണ്ടുപേരും ഒരേ സമയത്ത് ഒരേ ബീച്ചിലായിരുന്നു എന്ന് കണ്ടെത്തി.